ആ അപശബ്ദം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ 38,464 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,444 ലോക്കൽ സമ്മേളനങ്ങളും 210 ഏരിയ സമ്മേളനങ്ങളും വിജയകരമായിട്ടാണ് ഈ പൂർത്തിയാക്കിയത് എന്നതിന്റെ റിപ്പോർട്ടിംഗ് കൂടിയാണത്. ടെലിവിഷൻകാരോട്, മാധ്യമപ്രവർത്തകരോട് കൂടി ഞാൻ പറയുകയാണ്, ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചില 1-2 ഇടങ്ങളിൽ നിങ്ങൾ അപഭ്രംശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതൊക്കെ പരിഹരിക്കാൻ ഈ പാർട്ടി ജീവനുള്ള പാർട്ടിയാണ്. അതൊക്കെ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും. കാരണം ഇത് വി ജോയിയുടെയോ എം പി നികേഷ് കുമാറിന്റെയോ അച്ഛന്റെ പാർട്ടി അല്ല, കുടുംബത്തിന്റെ. ആ വി ജോയിയുടെ അച്ഛൻ ഇവിടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടോ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ലോ വി ജോയി ഇവിടെ ജില്ലാ സെക്രട്ടറി ആകുന്നത്. വി ജോയി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളാണ് ഈ വി ജോയിയുടെ കസേരയിൽ ഇരിക്കേണ്ടത്. നിങ്ങളിൽ ഒരാൾ. അങ്ങനെ നിങ്ങളിൽ ഒരാൾ ഇരിക്കുമ്പോ നിങ്ങൾക്കാണ് ഞാൻ മുദ്രാവാക്യം വിളിക്കുക. എന്റെ നാട്ടില് കണ്ണൂർ ജില്ലയില് നാനാർ അക്കാദമിയിലാണ് 23ാം പാർട്ടി കോൺഗ്രസ് ചേർന്നത്. അന്ന് ഈ രാജ്യത്തൊരു വർത്തമാനം ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിതര രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു, നമുക്ക് കോൺഗ്രസ് ഇല്ലാത്ത, BJP ഇല്ലാത്ത ഒരു മുന്നണി കെട്ടിപ്പടുക്കാം. ആ മുന്നണിയാകട്ടെ ഇനി ഇന്ത്യയുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ BJPക്കെതിരെ, കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കും. കാരണം കോൺഗ്രസ് കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച് ഈ രാജ്യത്ത് അഴിമതിയും വർഗീയതയും നടമാടുന്നതിന് പ്രധാന കാരണക്കാരായിട്ടുള്ളവരാണ്. പക്ഷേ 23ാം പാർട്ടി കോൺഗ്രസിൽ, കണ്ണൂരിൽ നായനാർ അക്കാദമിയിൽ ചേർന്ന 23ാം പാർട്ടി കോൺഗ്രസിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ശക്തമായി വാദിച്ചു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ BJP വിരുദ്ധരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമാണ് രാജ്യത്ത് ഒരു മതേതര ഐക്യം സാധ്യമാവുക, BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഛിന്ന ഭിന്നമായി പോകുമായിരുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഒരുമിച്ച് കൂട്ടാൻ, സാധ്യമായ ഇടങ്ങളിലെല്ലാം ഒരുമിച്ച് കൂട്ടാൻ ബംഗാളിൽ സാധ്യമായില്ല, കേരളത്തിൽ സാധ്യമായില്ല, പഞ്ചാബിൽ സാധ്യമായില്ല. പക്ഷെ മറ്റെല്ലാ ഇടങ്ങളിലും BJP ഇതരെ ഒരുമിച്ച് കൂട്ടാൻ സീതാറാം യെച്ചൂരിയുടെ ആസൂത്രണത്തില് ഇന്ത്യ ബ്ലോക്കിന് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പാർലമെന്റില് നരേന്ദ്രമോദി അബ്കേ ബാർ 400 ബാർ, ഇത്തവണ 400-ലധികം സീറ്റുകൾ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് പുതിയൊരു മുദ്രാവാക്യം നൽകി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, 2025 RSSന്റെ 100ാം വാർഷികമാണ്. RSSന്റെ 100ാം വാർഷികത്തിൽ ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കണം, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലാതാക്കണം, പകരം മനുസ്മൃതി സ്ഥാപിക്കണം. ഇതായിരുന്നു BJPയുടെ പദ്ധതി. പക്ഷേ മതേതര ശക്തികളെല്ലാം ഒരുമിച്ച് നിന്നതുകൊണ്ട് അബ്കി ബാർ 400 ബാർ അല്ല, BJPയുടെ നിലവിലുണ്ടായിരുന്ന 303 സീറ്റുകൾ തകർന്നടിഞ്ഞതായിപ്പോ 240ലേക്ക് എത്തിയിരിക്കുന്നു. ഉദരവാദികളായിട്ടുള്ള, അവസരവാദികളായിട്ടുള്ള TDPയുടെയും JDUവിന്റെയും ഒക്കെ പിൻബലത്തിലാണ് ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. 58 ഇഞ്ചാണ് എനിക്ക് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആരാധകർ അവകാശപ്പെട്ടിരുന്നത്. ഇപ്പൊ 58 ഇഞ്ചും ഇല്ല. നരേന്ദ്രമോദി മുൻകാലങ്ങളില് സ്വന്തം പാർട്ടിക്കാരെ കണ്ടാലോ അല്ലെങ്കിൽ സ്വന്തം മുന്നണി നേതാക്കളെ കണ്ടാലോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക പോലുമില്ല. ഇപ്പോ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കാണുമ്പോൾ ചാടി എഴുന്നേക്കാണ് നരേന്ദ്രമോദി. ആ നിലയിലേക്ക് 303-ൽ നിന്ന് 240ലേക്ക് BJPയെയും നരേന്ദ്രമോദിയെയും എത്തിച്ചിരിക്കുന്നു. അതിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്, ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത്? 2026 100ാം വാർഷികമാകുമ്പോൾ ചില പദ്ധതികൾ RSSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഹിന്ദു രാഷ്ട്രത്തിന്റെ ആദ്യ ചവിട്ടുപടി 2026 ആരംഭിച്ച് 2047 ആകുമ്പോഴേക്കും പരിപൂർണമായ ഹിന്ദു രാഷ്ട്രം. ഇതായിരുന്നു BJPയുടെ ആസൂത്രണം. അതിനാവശ്യമായി എല്ലാ വിഭാഗം ആളുകളെയും
വർഗീയവൽക്കരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം 1990-കളില് ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് സർക്കാർ നടപ്പാക്കിയപ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അലഹബാദിൽ നിന്ന് അയോധ്യയിലേക്ക് LK അദ്വാനി ഒരു രഥയാത്ര നടത്തുന്നു. ആ രഥയാത്ര അയോധ്യയിലേക്ക് എത്തിയപ്പോ ഈ നാടിന്റെ വ്യത്യസ്ത മേഖലകൾ ധ്രുവീകരിക്കപ്പെടുകയും നൂറുകണക്കിന് ആളുകൾ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അതേ പ്രക്രിയയാണ് 2002-ൽ ഗുജറാത്ത് കലാപത്തിലൂടെ ഇപ്പോ ഓരോ ദിവസവും നമ്മുടെ വർത്തമാന പത്രങ്ങളിലൂടെ അറിയുന്ന മണിപ്പൂരിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ എന്താ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത്? രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വികേന്ദ്രീകൃതമായ രീതിയിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണിത്. ഒരു ബാബറി മസ്ജിദായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒരു ബാബറി മസ്ജിദിന് ശേഷം പിന്നെ പറഞ്ഞു കാശി മഥുര ബാക്കി ഹേ. ബാബറി മസ്ജിദിൽ അവസാനിക്കുന്നില്ല, അയോധ്യയിൽ അവസാനിക്കുന്നില്ല. ഞങ്ങൾ കാശിയിലേക്ക് പോകാൻ പോവുകയാണ്, ഞങ്ങൾ മഥുരയിലേക്ക് പോകാൻ പോവുകയാണ്. അതിനും ശേഷം ഇപ്പോ നമ്മളെ സംഭാലില്, അജ്മീരില്, അങ്ങനെ 5 ഇടങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് പുതിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭാലില് 16-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള മുസ്ലിം പള്ളി തകർക്കുന്നതിന് വേണ്ടി കോടതിയുടെ കൂടി ഉത്തരവാദിത്തത്തിലുള്ള കാര്യമാണത്. കോടതിയുടെ കൂടി പങ്കാളിത്തത്തിലാണ് അവിടെ ആളുകളെ ഇളക്കിവിടുന്നത്, മതവിരോധം ഇളക്കിവിടുന്നത് എന്ന് പറയുമ്പോ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ജാള്യതയുണ്ട്. നമുക്കറിയാം 1990-കളുടെ തുടക്കത്തിൽ തന്നെ ബാബറി മസ്ജിദിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 1948-ൽ തുടങ്ങിയതാണത്. വിവിധങ്ങളായിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ കാലഘട്ടത്തില്. പിന്നീട് 90-കളിലെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ LK അദ്വാനിയുടെ രഥയാത്ര നടക്കുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഇതിന്റെ അടിസ്ഥാനത്തില് അയോധ്യ അല്ലാത്ത മറ്റിടങ്ങളിൽ ഒന്നും തന്നെയും 1947 ഓഗസ്റ്റ് 15-ന് എന്ത് സ്ഥിതിയാണോ തുടർന്നിരുന്നത്, അതായത് ഒരു ദേവാലയത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് എന്ത് നിലയാണോ തുടർന്നിരുന്നത് അതേ നില തന്നെ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമമാണ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. അതിനെ നമുക്കറിയാം DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ്, ആ ചീഫ് ജസ്റ്റിസ് നിലവിൽ ഏതൊരു മത ആരാധനാലയ കേന്ദ്രത്തിന്റെയും സ്വഭാവം മാറ്റുന്നതിന് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ബാധകമാകില്ല എന്ന് പറയുന്നത് അടക്കമുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിന്മേലുണ്ടായിട്ടുള്ള അപ്പീൽ ഇപ്പൊ പരിഗണിക്കാൻ, അതായത് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ മേലുള്ള അപ്പീൽ പരിഗണിക്കാൻ കൂടി സുപ്രീം കോടതി തയ്യാറാകാത്തതിലൂടെ ഇപ്പൊ ഈ പറയുന്ന ഹിന്ദുത്വ വർഗീയ നിലപാടുകാർക്ക് കൂടുതൽ ആയുധം ലഭിക്കുകയും അവരെ കയറയച്ചു വിടുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് മാത്രമല്ല ജുഡീഷ്യറിക്കും ഉണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ലജ്ജിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഡിസംബർ 6 വരാൻ പോവുകയാണ്. ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തില്, ബാബറി മസ്ജിദ് തകർത്തപ്പോ നമ്മുടെ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അതൊരു എഗ്രീജിയസ് ക്രൈം ആണ്, ഏറ്റവും കൊടും കുറ്റമായിട്ടാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു കൊടും കുറ്റം ചെയ്തവർക്ക് തന്നെ ബാബറി മസ്ജിദ് തകർന്ന ഇടം നൽകുക വഴി ഈ രാജ്യത്ത് നീതിയും നിയമവും പരിപാലിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. അവിടെ ഒരു ജനത എന്നുള്ള നിലയില് നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയണം. മതേതര സമൂഹമാണ് ഇന്ത്യയില്. അങ്ങനെ ഒരു മതേതര സമൂഹത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത ചുവട് വെക്കണം. പക്ഷെ കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തിട്ടുള്ളത്? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി വെള്ളിശിലകൾ അയച്ചു. കമൽനാഥ് ആയിക്കൊള്ളട്ടെ, പ്രിയങ്ക ഗാന്ധി ആയിക്കൊള്ളട്ടെ, കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒപ്പം നിന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇപ്പോ അയോധ്യ മാത്രമല്ല, അല്ലെങ്കിൽ ബാബറി മസ്ജിദിന്റെ തകർച്ച മാത്രമല്ല,
അത് കഴിഞ്ഞതിന് ശേഷം കാശി മധുര ബാക്കിയാണ് എന്ന് പറയുന്നതിലൂടെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് സംഫാലിലേക്കും അജ്മീറിലേക്കും പോകുന്നു. അജ്മീറിലെ ദേവാലയം മുസ്ലിം പള്ളി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും അവിടെ ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അത് 10,000-കണക്കിന് ആളുകൾ, രാജ്യത്തെ ഏത് പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നാലും ഒരു ഷോൾ അവിടേക്ക് അയക്കുമായിരുന്നു. അത്രയും മതേതര സ്വഭാവമുള്ള ദേവാലയമായിരുന്നു അജ്മീർ എന്ന് പറയുന്നത്. ആ അജ്മീറിനെ പോലും ഇപ്പോ വർഗീയവൽക്കരിക്കുകയാണ് എന്ന് പറയുമ്പോൾ രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്ത് ഇങ്ങനെ മതേതരത്വത്തെ അട്ടിമറിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ട് BJP നമ്മളെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എന്നത് സംബന്ധിച്ച വിലയിരുത്തലാണ് 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുഖ്യ ഉത്തരവാദിത്വം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും, അതായത് കേവല ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി, 3-2 ഭൂരിപക്ഷമോ 4-3 ഭൂരിപക്ഷമോ ഒക്കെ ആയിരുന്നു BJP ആഗ്രഹിച്ചിരുന്നത്, NDA ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. എങ്കിൽ പോലും ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള ഭരണഘടനാ മാറ്റത്തിന് വേണ്ടി BJP തയ്യാറെടുക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്വാസമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ സ്വാധീനം അതിശക്തമായി എന്നുള്ളതാണ്. ഭരണപക്ഷത്തിന്റെ അത്ര തന്നെ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ ശക്തികളുടെ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബില്ലുകൾ പാസാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഭരണഘടനാ ഭേദഗതി ഒട്ടും നടക്കില്ല തന്നെ എന്നുള്ളതാണ് സ്ഥിതി. അങ്ങനെ നോക്കൂ, പ്രതിപക്ഷം ശക്തമാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രാജ്യത്ത് ആ നിലയിലുള്ള ഒരു ആശയ പ്രചാരണം ഉണ്ടാക്കണം. ആ നിലയിലുള്ള ഒരു ആശയ പ്രചാരണം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. കാരണം BJPയെ അപരാജിതരാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് 2024 മുമ്പ് വരെ. അതല്ല, അവരെ തോൽപ്പിക്കാനാകും എന്ന് 23-ാം പാർട്ടി കോൺഗ്രസ് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അവരെ തോൽപ്പിക്കാനാകും എന്ന് എവിടെയൊക്കെ സഖ്യ സാധ്യതകളുണ്ടോ അവിടെയൊക്കെ സഖ്യം സാധിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം കാണിച്ചു കൊടുത്തിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോ പക്ഷെ അതാണോ സ്ഥിതി? കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച ഹരിയാനയിൽ 4 നിയമസഭകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച ഹരിയാനയിൽ തോറ്റമ്പി ആ പാർട്ടി. തൊട്ടടുത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, തൊട്ടടുത്ത മറ്റൊരു സംസ്ഥാനമാണ് ദില്ലി. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്ക് ഹരിയാനയുടെ അതിർത്തിയിൽ നല്ല സ്വാധീനമുണ്ട്. അവർ ചോദിച്ചു ഒരു 9 സീറ്റ് വേണ്ട, 6 സീറ്റ്, 5 സീറ്റ്, അവസാനം 4 സീറ്റിലേക്ക് എത്തി. കോൺഗ്രസ് കൊടുത്തില്ല. കാരണം അവർക്ക് ഹരിയാനയിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റുകൾ ബാർഗെയിൻ ചെയ്തു വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇപ്പുറത്തെ സംസ്ഥാനമായിട്ടുള്ള ദില്ലിയിൽ അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ തന്നാൽ ഞങ്ങളും കൂടെ നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് മത്സരിക്കാം. ഹരിയാന അരവിന്ദ് കെജ്രിവാളിന്റെ ഹോം സ്റ്റേറ്റ് ആണ്, സ്വന്തം സ്ഥലമാണ്. അവിടെ അരവിന്ദ് കെജ്രിവാൾ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയാൽ അത് ഗുണം ചെയ്യും. ഞങ്ങൾക്ക് 3 സീറ്റ് മതി. കോൺഗ്രസ് കൊടുത്തില്ല. ഹരിയാനയിലെ അമ്പേ തോറ്റു കോൺഗ്രസ് പാർട്ടി. ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് ആണ് നേതൃത്വം എന്നുള്ളത് കൊണ്ട് ജമ്മു കാശ്മീരിൽ വിജയിച്ചു. പക്ഷേ BJPയെ നേരിട്ട് കോൺഗ്രസ് ഏറ്റുമുട്ടേണ്ട, കോൺഗ്രസ് നേരിട്ട് BJPയെ മത്സരിച്ച് തോൽപ്പിക്കേണ്ട ജമ്മുവില് ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിന് നേടാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ജമ്മു കശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്ത് നാഷണൽ കോൺഫറൻസിനെ ജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് അതിന്റെ ഭാഗമായി എന്ന് കാണാം. പ്രത്യേകിച്ച് താഴ്വരയിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത താഴ്വരയിലാണ് അവിടെ ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയത് കാണാം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വരെയാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി.
100-ലധികം സീറ്റുകളിൽ മത്സരിക്കുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ശിവസേന പോലും 90-ൽ താഴെ സീറ്റുകളാണ്. അവിടെയും തോറ്റു 3-2 ഭൂരിപക്ഷത്തോടുകൂടി BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി അധികാരത്തിൽ വന്നതാണ് നമ്മൾ കണ്ടത്. നോക്കണം, കോൺഗ്രസിന് ആകെ 16 സീറ്റുകളാണ്. കോൺഗ്രസ് 100-ലധികം സീറ്റുകൾ മത്സരിച്ച് ആകെ കിട്ടിയിട്ടുള്ളത് 16 സീറ്റുകൾ. അതേസമയം BJP മത്സരിച്ച സീറ്റുകളിൽ ആകെ അവർക്ക് നഷ്ടപ്പെട്ടത് 16 സീറ്റുകൾ എന്നുള്ളതാണ്. ഇന്ന് മഹാരാഷ്ട്രയിലെ 5ാമത്തെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ പറഞ്ഞു വരുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയിലെ പ്രതിപക്ഷമുണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം കോൺഗ്രസ് ഒഴിച്ചുള്ള മറ്റു പ്രതിപക്ഷ കക്ഷികൾ നിലനിർത്തുന്നു. അത് നാഷണൽ കോൺഫറൻസ് ആയിക്കൊള്ളട്ടെ, ജാർഖണ്ഡ് മുക്തി മോർച്ച ആയിക്കൊള്ളട്ടെ, ജമ്മു കശ്മീർ ആയിക്കൊള്ളട്ടെ, ജാർഖണ്ഡ് എന്ന സംസ്ഥാനം ആയിക്കൊള്ളട്ടെ. പക്ഷേ കോൺഗ്രസ് അത് നിലനിർത്തുന്നില്ല. അവർ ഹരിയാനയിൽ തോൽക്കുന്നു, മഹാരാഷ്ട്രയിൽ തോൽക്കുന്നു. ഇതാണ് ഇന്നത്തെ നില. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ജനങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തേ കോൺഗ്രസ് ഇങ്ങനെയാകുന്നത്? കോൺഗ്രസ് പറയുന്നത് മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ്. മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ മാത്രം എന്ന് വെച്ചാൽ അയോധ്യയിൽ BJP ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി ചേരുക, അതിന് വെള്ളി ശില എത്തിച്ചു കൊടുക്കുക, അതിന് സംഭാവന പിരിച്ചു കൊടുക്കുക, അതിന്റെ ഉദ്ഘാടന ചടങ്ങില് ഒളിച്ചും പാത്തും പങ്കെടുക്കുക. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അങ്ങനെ ഒരു രാഷ്ട്രീയം മതേതര ഇന്ത്യയിൽ ഇന്ത്യൻ ജനത അംഗീകരിക്കോ? ഇല്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്, ഇല്ല എന്നുള്ളതിന്റെ നേർത്തെളിവാണ് ഇപ്പൊ ഹരിയാന ആയിക്കൊള്ളട്ടെ, മഹാരാഷ്ട്ര ആയിക്കൊള്ളട്ടെ, അവിടെ ഉണ്ടാകുന്ന ജനവിധി. BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോൺഗ്രസ് എപ്പോഴും അങ്ങനെ തുടരുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യം. കോൺഗ്രസ് അവിടെ ഉണ്ടാകണം എപ്പോഴും. അങ്ങനെയാണെങ്കിൽ മാത്രമേ BJPക്ക് പൊളിച്ചു കയറാൻ കഴിയൂ. ഇവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കെതിരെ സാധിക്കുന്നില്ല, നാഷണൽ കോൺഫറൻസിനെതിരെ സാധിക്കുന്നില്ല, കോൺഗ്രസിനെതിരെ ഹരിയാനയിൽ സാധിക്കുന്നു, അതുപോലെ മഹാരാഷ്ട്രയിൽ സാധിക്കുന്നു. ഇപ്പൊ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടാണ് കേരളത്തില് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മഹാസഖ്യത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും വലിയ ദുരന്തം വയനാട് ചൂരൽമലയില് ഈ സമീപ ദിവസങ്ങളിലേണ്ടാണ് നമ്മളെയൊക്കെ ഞെട്ടിച്ചു. നമുക്കൊരു പ്രത്യേകതയുണ്ട് മലയാളികൾക്ക്. ഞാനൊരു ടെലിവിഷൻ പ്രവർത്തകനാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് തർക്കമാണ്. ഞാനത് ഉപയോഗിക്കുന്ന ആളാണ്. രണ്ട് വിഭാഗം ആളുകളുണ്ടെങ്കിൽ, രണ്ട് വ്യത്യസ്ത വാദങ്ങളുണ്ടെങ്കിൽ ആ വ്യത്യസ്ത വാദങ്ങളെ പരസ്പരം ഉന്നയിക്കുന്നതിലൂടെ ആളുകൾക്ക് ഒരു പുതിയ അറിവുണ്ടാകും എന്ന് കരുതുന്നയാളാണ് ഞാൻ. അല്ലെങ്കിൽ ടെലിവിഷൻ അതാണ്, മലയാളിയുടെ സ്വഭാവം അതാണ്. പക്ഷെ കേരളത്തിലൊരു ദുരന്തം ഉണ്ടായാലോ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരു സംശയങ്ങളുമില്ല, നമ്മൾ അതിനോടൊപ്പം നിൽക്കും. വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി ചേർന്നു നിന്നു. അടിയന്തര രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനം. ഒരൊറ്റ ആൾക്ക് സംശയമില്ലല്ലോ. ഇന്നാട്ടിലെ ആർക്കെങ്കിലും സംശയമുണ്ടോ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം നടത്തിയത് പിഴവായി പോയി, അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനം വേണ്ട വിധത്തിൽ എത്തിച്ചില്ല, അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനത്തിന് വലിയ പ്ലാനിംഗ് ഇല്ല എന്നൊന്നും ആർക്കും പ്രതിപക്ഷത്തിന് പോലും ആക്ഷേപമില്ല. ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നരച്ച താടി കുട്ടികളുടെ മുഖത്തുരയ്ക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുക്കുന്നുണ്ട്, അതിന്റെ ക്ലിക്ക് കണ്ടപ്പോ കൂടുതൽ കുട്ടികളുടെ മുഖത്തേക്ക് തന്റെ താടി ഉരയ്ക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് പണത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പണത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പോവുകയാണ്. തുടർന്ന് കേന്ദ്ര സംഘം വരുന്നു. കേന്ദ്ര സംഘം ഈ പറയുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. ഇന്നിപ്പോ 100-ഓ 115-ാമത്തെയോ ദിവസമായി കേരളത്തിന്റെ
ദില്ലിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനോട് ഖണ്ഡിതമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു, ഒന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. വയനാട് ചൂരൽമല ദുരന്തം കഴിഞ്ഞ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ത്രിപുരയിൽ മഴയുണ്ടായത്, 40 കോടി. ഏതാണ്ട് 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആന്ധ്രാപ്രദേശിൽ മഴയുണ്ടായത്, 3450 കോടി. അല്പ ദിവസം കഴിഞ്ഞിട്ടാണ് ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്, അവിടെ 1500 കോടി. പിന്നീട് നാഗാലാൻഡിലും സിക്കിമിലും മഴയുണ്ടായി, അവർക്കും കൊടുത്തു 1000-ഉം 900-ഉം കോടി. നമ്മുടെ കേരളത്തിനൊന്നുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരു ജനതയാണ്. പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പറയാണ് കേരളവും അല്ലെങ്കിൽ വയനാടും ഇന്ത്യയുടെ ഭാഗമല്ലേ. നമ്മളോടുള്ള ചോദ്യമാണ്, നമ്മളോട് കൂടിയുള്ള ചോദ്യമാണ്. കാരണം നമ്മളെല്ലാവരും ഒരേ ശബ്ദം ഉയർത്തുന്നില്ല എങ്കിൽ ഈ സംസ്ഥാനം വാടിക്കരിഞ്ഞു പോകട്ടെ എന്ന് കേന്ദ്രം തീരുമാനിക്കും. കേന്ദ്രം ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ തീരുമാനിക്കും എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. നോക്കണം, ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് അതിന്റെ വരുമാനം വീതിക്കുന്നത്? നമുക്കറിയാം, GST വന്നതിന് ശേഷം നമ്മളല്ല നേരിട്ട് പിരിവ് നടത്തുന്നത്, കേന്ദ്ര സർക്കാരാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാനിപ്പോ ഈ കടയിൽ പോയി ഒരു 20 രൂപയുടെ സാധനം വാങ്ങിയാൽ 1 രൂപ GST കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ 1 രൂപ GST കേന്ദ്ര സർക്കാരാണ് ഈ കടയിൽ നിന്ന് എന്റെ 20 രൂപയുടെ ക്രയവിക്രയത്തിലൂടെ ഏറ്റുവാങ്ങുന്നത്. ആ 1 രൂപ കേന്ദ്ര സർക്കാർ പിരിച്ച് നമുക്ക് തരുന്ന എത്രയാണ്? സംസ്ഥാന സർക്കാരിന് തരുന്ന എത്രയാണ്? 20 പൈസ. അതേസമയം ബീഹാറിലെ 1 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് 22 രൂപ. ഉത്തർപ്രദേശിലെ 1 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് 17 രൂപ. നമുക്ക് വേണ്ട. ഇനി ബീഹാറിനെയും ഉത്തർപ്രദേശിനെയുമാണ് കൂടുതൽ വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവർ വളർന്നിട്ടില്ല, അവർക്കാണ് കൂടുതൽ പരിഗണന നൽകുന്നതെങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല, കേരളത്തിന് പരാതിയില്ല. അങ്ങനെ ഡിവിസിബിൾ പൂൾ എന്ന് വിളിക്കുന്ന ഈ വിഹിതം നമുക്ക് തരാതിരിക്കുകയാണ് എങ്കിൽ നമുക്ക് പരാതിയുണ്ട്. നമ്മളത് സുപ്രീം കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി ഒരു ഒറിജിനൽ സൂട്ട് വന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ വരാറില്ല. ഞങ്ങളിത് പരിശോധിക്കാം, ഭരണഘടനാ ബെഞ്ചിന് വിടാം എന്ന് മാത്രമല്ല, കഴിഞ്ഞ മാർച്ച് 31 മുമ്പ് 12 കോടി രൂപ അനുവദിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. അതൊക്കെ മറ്റു വശങ്ങൾ. ഡിവിഷണൽ പൂൾ നമുക്ക് നമ്മുടെ വിഹിതം തരുന്നില്ല എന്നുള്ള വിഷയം. പിന്നെന്താ? റവന്യൂ ഗ്രാന്റ് ആണ്. ഡിവിസിബിൾ പൂൾ കുറയുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇനമാണ് റവന്യൂ ഗ്രാന്റ്. റവന്യൂ ഗ്രാന്റും നമുക്ക് വട്ടപൂജ്യമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്നുള്ളത് നമ്മൾ പത്രങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പിന്നെന്താ? മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റുകളാണ്. ഒരു AMS, ഒരു റെയിൽവേ സോൺ. നമുക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. പതിറ്റാണ്ടുകളായി നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തരണമെങ്കിൽ രാഷ്ട്രീയ തീരുമാനം വേണ്ടിവരും എന്നാണ് പറയുന്നത്. ഒരു AMS തരാൻ രാഷ്ട്രീയ തീരുമാനമോ? എങ്കിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കണം. കാരണം തരില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഈ കേരളത്തിൽ വർഗീയത വളർത്തണമെങ്കിൽ വർഗീയത തനിയെ വളരില്ല, സംഘപരിവാർ തനിയെ വളരില്ല. വർഗീയത എപ്പോഴും പരസ്പര പൂരകങ്ങളാണ്. മറുഭാഗത്ത് വേറൊരു വർഗീയത തഴച്ചു വളരുകയാണെങ്കിൽ മാത്രമേ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവന്റെ വർഗീയത വളർത്താൻ സാധിക്കുകയുള്ളൂ. ഈ കേരളത്തില് അങ്ങനെ വർഗീയത വളർത്തുന്നതിന്, പരസ്പര പൂരകമായ വളർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത്, ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട, UDF-നെ അല്ല, ഒരു മഹാസഖ്യത്തെയാണ്. ആരാണ് ഈ മഹാസഖ്യത്തിലുള്ളത്? അശ്ലീല മഞ്ഞ ഓൺലൈൻ പത്രങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണനും മാധ്യമത്തിനും ഒരുമിച്ച് സഹവസിച്ചു പോകാൻ കഴിയുന്ന ഒരാവാസ വ്യവസ്ഥയുള്ള മഹാസഖ്യം. ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് മുസ്ലിം ലീഗുമായി ചേർന്ന് പോകാൻ കഴിയുക? മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് പോകാൻ കഴിയുക?
കോൺഗ്രസിന് എങ്ങനെയാണ് RSSനെ തള്ളിപ്പറയാത്ത സന്ദീപ് വാര്യരെ ഒപ്പം കൂട്ടാൻ സാധിക്കുക? സന്ദീപ് വാര്യർ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നാണ് പത്രവാർത്ത. അയാള് RSS വിട്ടോ? അയാൾ RSSകാരൻ. ആത്യന്തികമായിട്ട് അയാളെ നമ്മളെപ്പോഴും ചിത്രത്തിൽ കാണുന്നത് കാക്കി ട്രൗസർ ഇട്ടിട്ടാണ്. അയാൾ RSS വിട്ടോ എന്നുള്ള കാര്യം ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് വാര്യർ പറയാണ്, ഞാൻ എന്റെ സ്വത്ത് RSSന് കൊടുക്കുകയാണ് കാര്യാലയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന്. ഈ മഹാസഖ്യം ഇവിടെ നേരത്തെ കണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനകത്ത് മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്, അതിനകത്ത് RSSകാരുടെ ഒരു വിഭാഗമുണ്ട്, അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിനകത്ത് SDPI ഉണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് അവിടെ ചില പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഈ രണ്ട് സംവിധാനങ്ങളുടെ പാർട്ടികളാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ SDPI. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവർ മത്സരിച്ചില്ല കേട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സമയത്ത് ഞാൻ ടെലിവിഷനിലാണ്. ഞാൻ അന്ന് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയോട്, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് വിളിച്ചു ചോദിച്ചു, അല്ല അഷ്റഫ് മൗലവി, എന്തുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്? നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, PFIയുടെ റെയ്ഡ്, PFI അതിനെ നിരോധിച്ചത്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ചോദിക്കാൻ കഴിയില്ല, ഇങ്ങോട്ടും മറുപടി പറയാൻ കഴിയില്ല. ശരി, നിങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. എന്തേ പാലക്കാട്, ചേലക്കര, വയനാട്ടിൽ മത്സരിച്ചില്ല? നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം 30% മുകളിലാണ് 3 ഇടങ്ങളിലും. അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ്. വീടുകൾ തോറും കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി ഇറങ്ങുന്നത് പോലെ മുറ്റം വരെ അല്ല, അകത്തേക്ക് പോവാണ്. പൂർണ്ണമായിട്ടുള്ള മതചിഹ്നങ്ങളോടുകൂടി അകത്തേക്ക് പോയി സാധാരണഗതിയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീടിന്റെ ഉള്ളിലെത്തിക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് RSSന്റെ ചീന്ത്, വേറൊരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI. അതുകൊണ്ടാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലെത്തിയ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോട്, ചാടിക്കടിച്ചിട്ട് കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഭാഷ കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത്. സാദിഖ് അലി തങ്ങൾക്കും അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞത് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ്. ഉടനെ വി.ഡി. സതീശൻ ചാടി ഇറങ്ങാണ്. കെ സുധാകരനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ സാദിഖ് അലിയെ കുറിച്ച് പറഞ്ഞ വി.ഡി. സതീശന് പ്രശ്നമാണ്. വി.ഡി. സതീശൻ വിചാരിക്കുന്നുണ്ടാവും പിണറായി വിജയനൊക്കെ ഞാൻ മതി നേരിടാൻ എന്ന്. എടോ, 1000 സതീശൻ വന്ന അര പിണറായി വേണ്ടടോ. 1971 ഡിസംബർ 28-ന് RSS തലശ്ശേരിയിലെ കലാപം സൃഷ്ടിച്ചപ്പോ അവിടെ മുസ്ലിം പള്ളികൾക്ക് കാവൽ നിന്ന ഏരിയ സെക്രട്ടറിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. RSS അതിന്റെ എല്ലാ മൂർച്ചയുള്ള വാളുകളും നീട്ടിയിട്ടുള്ളത് സഖാവ് പിണറായി വിജയന് നേരെയാണ്. 50 ലക്ഷം രൂപ തലക്ക് വിലയിട്ടപ്പോ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പാർട്ടി വളർത്തിയ സഖാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ വി.ഡി. സതീശൻ അറിയാമായിരിക്കുമല്ലോ.
അടിയന്തരാവസ്ഥയിൽ പോലീസ് മർദ്ദനമേൽക്കാത്ത പിണറായി വിജയന്റെ ഒരു ശരീരഭാഗവും ഇല്ല എന്നറിയാൻ CPM-ന്റെ മുഖപത്രങ്ങൾ വായിക്കേണ്ട, കേരള നിയമസഭയിലെ രേഖകൾ വായിച്ചാൽ മതി. വി.ഡി. സതീശൻ ഈ പാർട്ടി അതിന്റെ എല്ലാ വിഭാഗീയമായിട്ടുള്ള ജീർണതയിലും എത്തിപ്പെട്ട ഘട്ടത്തിൽ ആ സംഘടനയെ ഒറ്റക്കെട്ടായി നയിച്ച് 2 തവണ അധികാരത്തിലേറിയ നേതാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അവിടെയാ വി.ഡി. സതീശൻ ചെന്നിട്ട് ഉമ്മാക്കി കാട്ടി പിണറായി വിജയനെ പഠിപ്പിക്കും. സാധിക്കലേ പറഞ്ഞു വന്നു. 2004 ഞാനൊരു മാധ്യമ പ്രവർത്തകന്റെ റോള് സാധാരണഗതിയിൽ പൊതുസമ്മേളനങ്ങളിൽ എടുക്കാറില്ല, എന്നാൽ പറഞ്ഞു പോകാതിരിക്കാൻ നിർവാഹമില്ല. 2004 ഇന്ത്യ വിഷൻ ടെലിവിഷൻ ചാനൽ, നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് അറിയില്ല, കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഇന്ത്യ വിഷൻ ടെലിവിഷൻ ചാനൽ ഐസ്ക്രീം പാർലർ കേസ് പുറത്തു കൊണ്ടുവന്നു. വലിയ പ്രക്ഷോഭ, ഭയങ്കര അടിയാണ്. ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തില്, അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളത്തില്, കരിപ്പൂർ വിമാനത്താവളത്തിലൊക്കെ തന്നെയും ദേശീയ പതാക താഴ്ത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ പതാക കയറ്റാണ്. വലിയ പ്രക്ഷോഭമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില്. ആ ഘട്ടത്തില് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് നിൽക്കക്കള്ളിയില്ലാതായി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് നിൽക്കക്കള്ളിയില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിയുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി പദം രാജിവെക്കുന്നു. മുസ്ലിം ലീഗിലെ ഒരു പ്രബല വിഭാഗം, അഹമ്മദ്, ടി മുഹമ്മദ് ബഷീർ, കെ മുനീർ അടങ്ങുന്ന ഒരു പ്രബല വിഭാഗം പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തീരുന്നു. മുസ്ലിം ലീഗിന്റെ റാങ്ക് ആൻഡ് ഫയല് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരാകുന്നു. പക്ഷെ പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ? പി.കെ. കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അപ്പൊ ഞാൻ അവിടെ കൊച്ചിയിലിരുന്നു കൊണ്ട് വിവിധ ബ്യൂറോകളിൽ വിളിച്ചു ചോദിക്കുന്നു, എങ്ങനെയുണ്ടോ സ്വീകരണ പരിപാടി? സാറേ, വണ്ടിയിൽ നിന്ന് നേരെ എടുത്ത് സ്റ്റേജിലെത്തുവാണ്. അത്രക്കാളാണ്, ഭയങ്കര ജനക്കൂട്ടാണ്, ഭയങ്കര മുദ്രാവാക്യം വിളിയാണ്. നമ്മളെ ഒന്നും കണ്ട അപ്പ അടിച്ചു ഓടിക്കും. ഇതാണെന്നില്ല. അന്വേഷിച്ചപ്പോ എന്താ, മുസ്ലിം ലീഗിന്റെ പകുതിയിലേറെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി അന്നത്തെ ഈ PFIയുടെ, അന്നത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപമായിട്ടുള്ള NDF-ആയിട്ട് ചേർന്നിട്ട് ആളെ കൂട്ടി. പാർട്ടി എനിക്കില്ലെങ്കിലും സമുദായത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആളെ കൂട്ടി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സ്വന്തം പാർട്ടി പരിപാടിയിലെ NDF-നെ പോലെ തീവ്ര മതമൗലിക സംഘടനകളെ ചേർക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവരെ വെച്ച് ആളെ കൂട്ടുന്നത്? അപ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ മറുപടി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പ്രതിസന്ധിയിലായിരിക്കാം, പക്ഷേ ഈ തീവ്രവാദ ശക്തികളുമായി ഞങ്ങൾ കൂട്ടുചേരില്ല തന്നെ എന്ന് ഖണ്ഡിതമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ, കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകരണ പരിപാടികൾ നിർത്തേണ്ടി വന്നു, മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്നേ. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ചതോ തന്നെയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഭാഷ കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത്, അതിൽ സാദിഖലി തങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളത്. ഒരു ഭാഗത്ത് ദേശീയ തലത്തിലെ ഹിന്ദുത്വ വർഗീയതയെ എതിർക്കുമ്പോൾ തന്നെയും മറുഭാഗത്ത് സംസ്ഥാനത്തെ വേരു പിടിച്ചു വരുന്ന ഈ മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയെ കൂടി ചെറുക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു CPIM പിണറായി വിജയൻ എന്ന് പറയുന്നത്. അത് വേണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തില് ഹിന്ദുത്വയെ ആക്രമിക്കണം, ഇവിടെ ഈ ന്യൂനപക്ഷ വർഗീയത വളരുക വഴി ഹിന്ദുത്വ ശക്തികൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കാതിരിക്കണം. ഈ ദൗത്യല്ലേ നമ്മൾ നിർവഹിക്കുന്നത്. ദേശീയ തലത്തില് BJP-യെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കണം, ഇന്ത്യയിലെ പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് തുരുത്തുകളുണ്ട്. ഇന്നും ഏതാണ്ട് 10, 150, 200 സീറ്റുകളില് CPM-നെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ചാൽ 1 ലക്ഷം വോട്ടുകൾക്ക് മീതെ കിട്ടും. പലയിടങ്ങളിലും വേണമെങ്കിൽ ജയിക്കാൻ വരെ സാധ്യതയുണ്ട്. പലയിടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പഴയ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോയിട്ടില്ല.
പക്ഷേ ഇന്ത്യ ബ്ലോക്ക് BJP-യെ തോൽപ്പിക്കണം ഒരൊറ്റ അജണ്ട മാത്രം മുൻനിർത്തി മത്സരിച്ച CPIM ആകെ മത്സരിച്ചത് 50 ചില്ലുവാനം സീറ്റുകളിൽ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, നമുക്ക് വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ആകെ വോട്ട് ശതമാനം കുറഞ്ഞാലും കുഴപ്പമില്ല, ഇന്ത്യയിലെ BJP-യെ തോൽപ്പിക്കണം. അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ് 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളത്തിൽ എങ്ങനെയാണ് UDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പെരുമാറുന്നത് എന്നും നമുക്കറിയാം. ഈ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായിട്ടുള്ള ഇടങ്ങളിലായിട്ടുള്ള കേരളത്തിലെ വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. രാഹുൽ ഗാന്ധി പോകുമ്പോഴേക്കും പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വരുന്നു. നമ്മുടെ AMIF ആലപ്പുഴയില് ഇന്ത്യൻ പാർലമെന്റിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഘട്ടത്തില് നമ്മുടെ തീപ്പൊരിയായിരുന്നു AMIF. ആ AMIF മത്സരിക്കുന്ന ആലപ്പുഴയില് അവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ വരുന്നു. KC വേണുഗോപാൽ വരുമ്പോ അവിടെ രാജസ്ഥാനില് ഒരു രാജ്യസഭാ സീറ്റ് BJP-ക്ക് കൊടുത്തുകൊണ്ടാണ് KC വേണുഗോപാൽ വരുന്നത്. പാലക്കാടുണ്ടായിരുന്ന ഷാഫി പറമ്പില് വടകരയിൽ വന്നു മത്സരിച്ച് ശൈലജ ടീച്ചറെ തോപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നറിയാം. എങ്കിൽ പോലും ഇന്നത്തെ രാജ്യത്തെ അവസ്ഥ BJP വളർന്നു വരാൻ പാടില്ലാത്ത സാഹചര്യം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ മത സാമുദായിക സംഘർഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബാക്കി എല്ലാ മേഖലകളിലും നമുക്കറിയാം കേരളം 28 ഇനങ്ങളിൽ മുന്നിലാണ്. ഇന്ത്യയിലെ ഒരു മാതൃകാ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ പദ്ധതികൾ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള മുന്നേറ്റം ചില്ലറയല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വിവിധ ഇടങ്ങളിൽ വികേന്ദ്രീകൃതമായ വിധത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ കേരളം വളരെ ശാന്തമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മാറാട് കലാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മാറാട് കലാപ സമയത്ത് കഴിഞ്ഞ നിയമസഭയിൽ വന്നിട്ടുള്ള ചർച്ചയാണത്. മാറാട് കലാപ സമയത്ത് ഞാൻ ടെലിവിഷനിൽ കണ്ടത് ഇന്നും ഓർക്കുകയാണ്. ഞാൻ അന്ന് ഏഷ്യാനെറ്റിലാണ് മാറാട് കലാപം നടക്കുമ്പോൾ. മാറാട് കലാപ സമയത്ത് അന്ന് കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി AK ആന്റണി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോ കുമ്മനം രാജശേഖരൻ അവിടെ ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കൺവീനറാ അന്ന് കുമ്മനം രാജശേഖരൻ. AK ആന്റണിയോട് പറഞ്ഞു, AK ആന്റണി ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചോളൂ, പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ AK ആന്റണി PK കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരികെ പറഞ്ഞയച്ചു. തൊട്ടടുത്ത സന്ദർശനം പിണറായി വിജയന്റെയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് പിണറായി വിജയൻ. പിണറായി വിജയനോടൊപ്പം അന്ന് VKC മുഹമ്മദ് കോയയും അതുപോലെ തന്നെ എളമരം കരീമും ഉണ്ടായിരുന്നു. രണ്ടുപേരും കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളാണ്. ഈ രണ്ട് ജനപ്രതിനിധികളെയും കൂട്ടിയിട്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ പോയത്. കുമ്മനം വീണ്ടും തന്റെ ഉഗ്രശാസന പിണറായി വിജയൻ സംഘത്തിനോട്, പിണറായി വിജയൻ എളമരത്തിനെയും VKC-യെയും ഗസ്റ്റ് ഹൗസിലേക്ക് അയക്കുകയല്ല ചെയ്തത്, മുമ്പിൽ നടത്തിയാണ് പിണറായി വിജയൻ മാറാട് കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ചങ്കൂറ്റം വേണം. രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് കറകളഞ്ഞ മതേതര ഭാവം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ഛാശക്തിയോടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ
ഒരു സംഘപരിവാർ കാരണം നിങ്ങളുടെ വഴി തടയാനാകില്ല. പിണറായി വിജയൻ തെളിയിച്ചു കൊടുത്തത് അതാണ്. 1925 RSS നാഗ്പൂരിൽ ഉണ്ടാക്കിയപ്പോ അവര് RSSന്റെ രണ്ടാം ഘടകം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല, ഈ കേരളത്തിലെ തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ എന്താ കാരണം? RSS അതിന്റെ 3 ശത്രുക്കളായി കാണുന്നത് വി ഓർ അവർ നേഷൻഹുഡ് എന്ന MS ഗോൾവാൾക്കറിന്റെ പുസ്തകം നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. വിചാരധാര നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. അതിൽ ഖണ്ഡിതമായി പറയുന്നുണ്ട് 3 ശത്രുക്കളാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. തലശ്ശേരിയിൽ ഇത് 3 ഉണ്ട്. തലശ്ശേരിയിലെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻ മിഷണറിമാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട്. എന്നാ പിന്നെ ആദ്യത്തെ പരീക്ഷണശാല തലശ്ശേരി ആക്കി കളയാം എന്നാണ്. പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, ശരിയാണ്. കേരളത്തിലെ RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ളത്, ഇന്ത്യയിലെ RSSന് ഏറ്റവും ശാഖയുള്ളത് കേരളത്തിലാകാം. പക്ഷേ കേരളത്തിലാകമാനം പച്ച പിടിക്കാൻ RSSന് അനുവാദം കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് കേരളത്തിലെ CPM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഒരു സംശയമില്ല അക്കാര്യത്തില്. അതുകൊണ്ട് എന്താ, ഈ നാട്ടില് മുണ്ടു മുറുക്കി നടക്കാൻ കഴിയും. ഈ നാട്ടില് ഹിന്ദുക്കളെ പോലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ സാധിക്കും. ഏത് നട്ടപ്പാതിരക്കും ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കും. അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, ആർക്ക് വേണമെങ്കിലും പുറത്തിറങ്ങാൻ സാധിക്കും. അതാണോ ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞു, ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി രാജ്യത്തെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടത്, കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം 2002 ഗുജറാത്ത് കലാപം ഉണ്ടാവുകയാണ്. ഞാൻ അന്ന് ഏഷ്യാനെറ്റിന്റെ ഡൽഹി പ്രതിനിധിയാ. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ഗുജറാത്തിൽ പോകുന്നു, റിപ്പോർട്ട് ചെയ്യാനാ പോകുന്നത്. ഞാൻ 1998 BJPയുടെ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ ഒരു മാധ്യമ പ്രവർത്തകനായി, ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തകനായി വന്ന. അവിടെ വന്നപ്പോൾ എന്താ സ്ഥിതി എന്നറിയാമോ? നരേന്ദ്രമോദിയാണ് അവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി. നമുക്ക് എല്ലാ ദിവസവും കാണാം. നരേന്ദ്രമോദിയെ കടന്നാണ് നമ്മൾ വാർത്താ സമ്മേളനങ്ങൾക്ക് അല്ലെങ്കിൽ BJP ഓഫീസിലേക്ക്, അശോക റോഡിലുള്ള BJP ഓഫീസിലേക്ക് കയറി പോവുക. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ 2001 കച്ച് ഭൂകമ്പം ഉണ്ടാവുന്നു. കച്ച് ഭൂകമ്പം ഗുജറാത്തിനെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. ആകെ അന്ന് BJPക്ക് ഒരു സംസ്ഥാനമേ ഉള്ളൂ. AB വാജ്പേയി കേന്ദ്രസ്ഥം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും BJPക്ക് ഗുജറാത്തും അങ്ങനെ ചില്ലറ സംസ്ഥാനങ്ങളും മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ എല്ലായിടങ്ങളിലും BJPയുടെ ഒരു സാന്നിധ്യം പോലും ഇല്ല. കച്ച് ഭൂകമ്പം, കേശുഭായ് പട്ടേലിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല, പുനരധിവാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. ഉടനെ LK അദ്വാനി കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്നു. നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പ്രത്യേക വിമാനം കയറി അവിടെ ഇറങ്ങുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കേശുഭായ് പട്ടേലിന് ചെയ്യാൻ കഴിയാത്തതൊന്നും നരേന്ദ്രമോദിക്കും ചെയ്യാൻ കഴിയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തോന്നല് അടുത്ത തെരഞ്ഞെടുപ്പിലെ BJP ഇല്ലാതാകും എന്നുള്ള തോന്നലുണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഗോദ്ര സംഭവം ഉണ്ടാകുന്നത്. ഗോദ്ര എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് നമ്മൾ എത്ര പേര് വിലയിരുത്തിയിട്ടുണ്ട്? ഇന്ത്യൻ ജുഡീഷ്യറി പോലും അത് ശരിയാവണം വിലയിരുത്തിയിട്ടുണ്ടോ? ഗോദ്ര കലാപത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗുജറാത്ത് കലാപം, ഗോദ്ര സംഭവത്തിന് ശേഷമുള്ള ഗുജറാത്ത് കലാപത്തിലെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും FIR റദ്ദ് ചെയ്ത് കൊടുത്ത ആളാണ് ഇവിടെ കേരളത്തിലെ ഗവർണറായി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുമ്പം ഗോദ്ര എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ പരിശോധന നടത്തിയിട്ടില്ല തന്നെ. പോട്ടെ, ഗുജറാത്ത് കലാപം നടക്കുന്നു, നമ്മളെല്ലാം പോകുന്നു. പിന്നെ എന്റെ ചുറ്റുവട്ടത്ത് നോക്കണം നമ്മൾ ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഇവിടെ ഒക്കെ പോകുന്ന പോലെ പ്രസ്സൊന്നും അച്ചടിച്ചിട്ടില്ല, കാറിലൊന്നും പോകാൻ കഴിയില്ല. കാരണം അവിടെ MLA ആക്രമിക്കപ്പെടുന്നു, MLA-മാരും MP-മാരും ആക്രമിക്കപ്പെടുന്നു. അവരുടെ വീടുകൾ, അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചുട്ടുകരിക്കപ്പെടുകയാണ്. വളരെ ഭീവത്സമായിട്ടുള്ള സാഹചര്യം. നമുക്ക് ഒളിച്ചും പാത്തും മാത്രമേ റിപ്പോർട്ടിങ്ങിന് പോലും പോകാൻ കഴിയുള്ളൂ.
രാജീവ് സർദേശായി അദ്ദേഹത്തിന്റെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു ഘട്ടത്തില് ഈ വാർത്താ സംഘത്തെ ഒരു കൂട്ടം ഭീകരവാദികളെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. തടഞ്ഞു നിർത്തിയപ്പോൾ രാജീവ് സർദേശായി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തു, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ആ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നരേന്ദ്രമോദി എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി എനിക്ക് വാക്ക് തന്നാണ്, എന്തിനാണ് നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിക്കുകയാണ്. കാരണം നരേന്ദ്രമോദി അതാണ് പറയുക, പക്ഷെ സംഭവിക്കുക അതല്ല എന്നാണ്. വാരിക്കുന്തം പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തൃശൂലം പോലുള്ള ആയുധങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. അവസാനം രാജീവ് സർദേശായി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് അവരുടെ ഐഡന്റിറ്റി, അവരുടെ തിരിച്ചറിയൽ കാർഡിലല്ല, അവരുടെ പേര് പറഞ്ഞെടുത്തല്ല, അവർക്ക് നരേന്ദ്രമോദി എന്ന നേതാവിനെ പരിചയമുണ്ട് എന്ന് പറഞ്ഞെടുത്തല്ല, അവരുടെ ഉടുമുണ്ട് പൊക്കി കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവരുടെ ഐഡന്റിറ്റി ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകാർക്ക്, ഈ തൃശൂലം കൈവശം വയ്ക്കുന്നവർക്ക് ബോധ്യമാകുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അന്ന് നമ്മള് ടീസ്റ്റ സെറ്റൽവാദിനെ പോലുള്ളവരുടെ മൊഴിയിലൂടെ മനസ്സിലാക്കിയ കാര്യമുണ്ട്. എന്താ? ഗർഭിണികളുടെ ശൂലം കുത്തി അവരുടെ ഗർഭസ്ഥ ശിശു, ഇതിനൊന്നും നമുക്ക് തെളിവില്ല കേട്ടോ, ദൃശ്യപരമായിട്ടുള്ള തെളിവില്ല. പക്ഷേ 2024 നമുക്ക് മറ്റൊരു തെളിവുണ്ട്. എന്താ? മണിപ്പൂരിലെ കലാപം. മണിപ്പൂരിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗുജറാത്തിലെ എന്താ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പേരിലുള്ള ആക്ഷേപം? കലാപമുണ്ടാക്കി, കലാപം നടക്കുന്ന സമയത്ത് കലാപം നടത്തുന്നവരെ അഴിഞ്ഞാടാൻ വേണ്ടി അനുവദിച്ചു. സംസ്ഥാന ഭരണകൂടം ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. RB ശ്രീകുമാറിനെ പോലെ അന്നത്തെ ഗുജറാത്ത് DGP ആയിരുന്നവര് അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള മൊഴി അതാണ്. അതിനെതിരായി BJP എല്ലാ കാലഘട്ടത്തിലും പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് BJP പറയുന്നുണ്ട്. പക്ഷേ അത് ചെയ്തിട്ടില്ല BJP എന്നതിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ നമ്മുടെ ദിവസങ്ങളിൽ ഇപ്പൊ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂര്, നിങ്ങൾക്കറിയാലോ മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നതെന്ന്. കഴിഞ്ഞ 1.5 കൊല്ലമായി മണിപ്പൂര് ചുട്ടരിക്കപ്പെടുകയാണ്. 1.5 കൊല്ലായിട്ട് നിങ്ങൾ കണ്ടതല്ലേ ദൃശ്യങ്ങളിലൂടെ? 2 പെൺകുട്ടികൾ ഉടുതുണിയില്ലാതെ ഓടുകയാണ്. അവര് മണൽത്തിട്ടകൾ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നാലെ വലിയൊരാൾക്കൂട്ടം ആയുധങ്ങളുമായിട്ട് ആ പെൺകുട്ടികൾ എവിടെയോ തടഞ്ഞു കെട്ടി വീഴുന്നു. ആ തടഞ്ഞു കെട്ടി വീഴുന്നിടത്ത് വെച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നു, അവരെ ജീവനോടുകൂടി ചുട്ടുകൊല്ലുന്നു. ഇതാണ് നമ്മുടെ നാട്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഗുജറാത്ത് കലാപം നരേന്ദ്രമോദി അനുവദിച്ചതാണ്, നരേന്ദ്രമോദി ആസൂത്രണം ചെയ്താണ് എന്നുള്ളത് ഒരു ആക്ഷേപമാണ് എങ്കിൽ, നമ്മുടെ ഈ കാലഘട്ടത്തില് എന്റെയും നിന്റെയും പ്രധാനമന്ത്രിയല്ലേ ഇവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് താലി എടുത്തു കൊടുക്കാമെന്നല്ലോ. അഹമ്മദാബാദിലെ ക്രിക്കറ്റ് കളി തോറ്റപ്പോ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ അനുവാദമില്ലാതെ ചെന്ന് കയറിയല്ലോ. ആ നരേന്ദ്രമോദി ഒരു ദിവസം മണിപ്പൂരിൽ പോയി എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചോ? എന്റെയും നിന്റെയും പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം. ഇത് ചോദിക്കാത്ത ഒരു BJP ഭരണകൂടം ഈ രാജ്യത്താകമാനം കലാപം സൃഷ്ടിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രതിപക്ഷം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാസഖ്യം എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ ഇതിനെതിരെ? ഇവിടെ കേരളല്ലേ, എന്റെയും നിങ്ങളുടെയും ഒക്കെ സംസ്ഥാനമല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നമുക്ക് എന്താണ്, UDF ഭരിച്ചാലും LDF ഭരിച്ചാലും കേരളം നന്നാകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമല്ലേ നമ്മൾ വെച്ചു പുലർത്താൻ പാടുള്ളൂ. കേരളത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അതിനവർക്ക് സമയമുണ്ടോ? ഈ മഹാസഖ്യത്തിന്, പരസ്പര വൈരുദ്ധ്യങ്ങളുടെ മഹാസഖ്യത്തിന് അതിന് സമയമുണ്ടോ? VD സതീശനും K സുധാകരനും മൈക്കിന് പിടിവലിയ. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം സുധാകരൻ മൈക്കെല്ലാം കൂട്ടി വലിക്കുകയാണ് എൻ്റെ അടുത്തേക്ക്, സുധാകരൻ്റെ അടുത്തേക്ക്. VD സതീശൻ മൈക്കെല്ലാം കൂട്ടി അങ്ങോട്ടും വലിക്കുകയാണ്. അവസാനം അവർ തമ്മിലുള്ള തർക്കത്തിൽ എന്നാ പിന്നെ നിങ്ങളെല്ലാം കൊണ്ടുപോ എന്ന് പറഞ്ഞ് VD സതീശൻ മൈക്കെല്ലാം നീക്കി വെച്ചു. അടുത്തത് കോട്ടയാ, അടുത്തത് ആലപ്പുഴയാ. VD സതീശൻ എത്തിയില്ല. സുധാകരൻ മൈക്കിന്റെ മുമ്പില്, ക്യാമറയുടെ മുമ്പില് VD സതീശനെ വിളിക്കുന്നത് മാകൂട്ടിയിട്ടാണ്.
എടോ, മൈക്കിന്റെ മുമ്പില്, ക്യാമറയുടെ മുമ്പില് കൂട്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഈ കർട്ടന്റെ പിന്നിൽ എന്തായിരിക്കും ഇവര് വിളിക്കുന്നുണ്ടാവോ? ഞാൻ ടി വിന്ന് റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ടി വി കാണുമ്പോ കെ സുധാകരന്റെ വീട്ടില് എന്താ പറയാ, ഉപജാപം അല്ല, എന്താ, കൂടോത്രം. കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം. കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കൂടോത്രം സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത്. കൈ എടുത്തു കൊടുക്കുകയാണ്, കൈയുടെ രൂപം എടുത്തു കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു നമ്മൾ വിശ്വസിക്കുന്ന കാലഘട്ടമാണെന്ന് ആലോചിക്കണം. നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്ന ആൾ. KPC പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ആരൊക്കെ ഇരുന്നാണ് അല്ലേ, ആരൊക്കെ ഇരുന്നാണ്. ഒരു KPC പ്രസിഡന്റ് വിശ്വസിക്കുകയാണ് ഒരു കൈയുടെ രൂപം വന്നാല്, കൈയുടെ രൂപം കെ സുധാകരൻ പറയാ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് കൈയുടെ രൂപം എടുത്തു കൊടുക്കുന്നത്. പറയാണ് അതിനുശേഷം എന്റെ കൈ അങ്ങോട്ട് ശരിയാവുന്നില്ല, അത് തളർന്നു പോയ പോലെ ഉണ്ടെന്നാണ്. കാലിന്റെ രൂപം എടുക്കുമ്പോൾ പറയാണ് വലത്തേക്കാൽ മുമ്പോട്ട് നോക്കുമ്പോൾ ഇടത്തേക്കാൽ പിമ്പോട്ട് പോവാണ്. തലയുടെ രൂപം എടുക്കുമ്പോൾ പറയാണ് എന്റെ തല പോകാത്ത ഭാഗ്യം. എടാ സുധാകരൻ, നീയല്ലേ പറഞ്ഞത് നിന്റെ തലയെടുക്കാൻ കേരളത്തിലെ CPM-കാർ നിന്റെ പിന്നാലെ നടക്കണം. നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാർ തന്നെയാണ് നിന്റെ പിന്നിൽ നടക്കുന്നത്. ഈ കൂടോത്രം തെളിച്ച് കൂടോത്രത്തിന് വിശ്വാസം വന്നു. എനിക്ക് കൂടോത്രത്തിന് വിശ്വാസം വന്നു. കാരണം സുധാകരൻ തന്നെ പറയല്ലേ, സുധാകരന്റെ നാവ് കൊണ്ട് തന്നെ പറയല്ലേ, ഈ കൂടോത്രം പറയിപ്പിച്ചില്ലേ. സുധാകരന്റെ തലയെടുക്കാൻ വേണ്ടി സുധാകരന്റെ പാർട്ടിക്കാര് സുധാകരന്റെ പിന്നാലെ നടക്കുകയാണ് എന്ന്. എന്തൊരു ജാള്യതയാണ്. ഈ പെയിന്റ് അടിച്ച മുട്ടയില്ലേ, പെയിന്റ് അടിച്ച മുട്ട, അത് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലും ഇന്ദിരാഭവനിലെ സുധാകരന്റെ കസേരന്റെ അടിയിൽ മാത്രമല്ല വിമാനം പിടിച്ച് ഡൽഹിയിൽ പോയിരിക്കുകയാണ്. പെയിന്റ് അടിച്ച മുട്ട. കസ്റ്റംസുകാർ എന്ത് വിചാരിച്ചിട്ടുണ്ടോ, ഇതെന്താ സാധനം വിചാരിച്ചിട്ടുണ്ടാവില്ലേ? പെയിന്റ് അടിച്ച മുട്ട ഡൽഹിയിൽ പോവാ. എന്തിനാണെന്നറിയോ? സുധാകരന്റെ ക്വാർട്ടേഴ്സിൽ. ആർക്കും ഒരു സംശയമില്ല കേട്ടോ അത് ആര് ചെയ്തു എന്നുള്ളത്. BJP-ക്കാർ ചെയ്തു എന്ന് പോലും ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല. അത് നമ്മളെ പാർട്ടിക്കാരെന്നെ എന്ന് അവർ ഉറപ്പിച്ചു, അവർ തമ്മിൽ തീർപ്പാക്കി. അപ്പൊ മുൻ KPC പ്രസിഡന്റ് VM സുധീരൻ പറയാം എന്റെ വീട്ടിലെ 8 തവണ ഞാനിത് കണ്ടിട്ടുണ്ട് എന്ന് പറയാം. ഇതാണ് ആ പാർട്ടി. പരസ്പരം കൂട്ടി അഭിസംബോധന ചെയ്യുന്ന, സകല വർഗീയ കക്ഷികളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന, മഞ്ഞ പത്രക്കാരെയും നീലപത്രക്കാരെയും ഒപ്പം കൊണ്ട് നടക്കുന്ന വൃത്തികെട്ട വർഗമായി UDF-ന്റെ നേതൃത്വത്തിലുള്ള ഈ മഹാസഖ്യം മാറി എന്ന് പറയാൻ ജാള്യതയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടതുപക്ഷം അതിന്റെ എല്ലാ കരുത്തോടുകൂടിയും മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ദാ നോക്കൂ, ഈ ഏരിയ സമ്മേളനം വലിയ പൊട്ടിത്തെറി എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 38,646 ബ്രാഞ്ച് കമ്മിറ്റികൾ, ബ്രാഞ്ച് സമ്മേളനങ്ങള്, 2,444 ലോക്കൽ സമ്മേളനങ്ങള്, 210 ഏരിയ സമ്മേളനങ്ങള്. അതില് ചിലപ്പോ 2 or 3 എണ്ണങ്ങളിൽ അപശബ്ദമുണ്ടായിട്ടുണ്ടാകാം. ആ അപശബ്ദം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ 38,464 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,444 ലോക്കൽ സമ്മേളനങ്ങളും 210 ഏരിയ സമ്മേളനങ്ങളും വിജയകരമായിട്ടാണ് ഈ പൂർത്തിയാക്കിയത് എന്നതിന്റെ റിപ്പോർട്ടിംഗ് കൂടിയാണത്. ടെലിവിഷൻകാരോട്, മാധ്യമപ്രവർത്തകരോട് കൂടി ഞാൻ പറയുകയാണ്, ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഒരിക്കൽ കൂടി പറയാം, 38,464 ബ്രാഞ്ച് സമ്മേളനങ്ങൾ വിജയകരമായി നടന്നു എന്നാണ്. 2,444 ലോക്കൽ സമ്മേളനങ്ങൾ വിജയകരമായി നടന്നു എന്നാണ്. 210 ഏരിയ സമ്മേളനങ്ങളിലാണ് ചില 1 or 2 ഇടങ്ങളില് നിങ്ങൾ അപഭ്രംശങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതൊക്കെ പരിഹരിക്കാൻ ഈ പാർട്ടി ജീവനുള്ള പാർട്ടിയാണ്, ജീവനുള്ള പാർട്ടിയാണ്. അതൊക്കെ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും. കാരണം ഇത് ജോയിയുടെയോ നികേഷ് കുമാറിന്റെയോ അച്ഛന്റെ പാർട്ടി അല്ല, കുടുംബത്തിന്റെ. ജോയിയുടെ അച്ഛൻ ഇവിടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടോ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ലോ ജോയി ഇവിടെ ജില്ലാ സെക്രട്ടറി ആകുന്നത്. ജോയി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളാണ് ഈ ജോയിയുടെ കസേരയിൽ ഇരിക്കേണ്ടത്. നിങ്ങളിൽ ഒരാൾ. അങ്ങനെ നിങ്ങളിൽ ഒരാൾ ഇരിക്കുമ്പോ
നിങ്ങൾക്കാണ് ഞാൻ മുദ്രാവാക്യം വിളിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കൂ, ഇന്ത്യയിൽ മറ്റേത് പാർട്ടി ഉണ്ടോ ഇങ്ങനെ? മറ്റേത് പാർട്ടിയുണ്ട്? അച്ഛൻ കഴിഞ്ഞ മകൻ, അല്ലെങ്കിൽ മതം, അല്ലാത്തൊരു പാർട്ടിയുടെ പേര് ഇപ്പൊ പറ, ഞാൻ സമ്മതിച്ചു തരാം. അച്ഛൻ കഴിഞ്ഞ മകൻ, അല്ലെങ്കിൽ അമ്മ കഴിഞ്ഞ മകൾ, അല്ലെ മരുമകൻ, മതം, RSS, ജമാഅത്തെ ഇസ്ലാമി, ഇമാതിരി സംവിധാനങ്ങളല്ലേ പുതിയ നേതൃത്വത്തെ തീരുമാനിക്കുന്നത്. ഇവിടെ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്താണ് നേരത്തെ പറഞ്ഞ പാർട്ടി സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. അതിന്റെ അപഭ്രംശങ്ങളിൽ ചില എതിർപ്പുകൾ സ്വാഭാവികമാണ്, മനുഷ്യ ജന്മങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദുർമേധസ് കൂടിയ അടിച്ച് പുറത്താക്കേണ്ട ആളുകളാണ് നിങ്ങൾ. എന്റെ ദുർമേധസ് അടിച്ച് പുറത്താക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാരണം ഈ നാട്ടിലെ ജനാധിപത്യം, ഈ നാട്ടിലെ മതേതരത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത തലമുറ, നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ മക്കള്, നമ്മുടെ മക്കള്, കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരുടെ ഭാവി കൂടി പരിശോധിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്തം, രാഷ്ട്രീയ ഉത്തരവാദിത്തം നമ്മളിലാണ്. അതുകൊണ്ടാണ് 24ാം പാർട്ടി കോൺഗ്രസ് 303-ൽ നിന്ന് 240-ലേക്ക് എങ്ങനെ എത്തിച്ചോ, ആ 240-ൽ നിന്ന് BJP അധികാരത്തിൽ നിന്ന് തൂത്തെറിയുന്ന വിധത്തില് ഇവിടുത്തെ മഹാസഖ്യം, മഴവിൽ സഖ്യം, ജമാഅത്തെ ഇസ്ലാമിയും RSSഉം ചേർന്ന, മഞ്ഞപ്പത്രക്കാരും നീലപ്പത്രക്കാരും ചേർന്ന ഈ മഹാസഖ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ തനത് സ്വഭാവത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ മുന്നോട്ട് നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പങ്കാളിത്തം, CPIMന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ അന്തർദേശീയ തലത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് പലയിടങ്ങളിലും തീവ്ര വലതുപക്ഷവാദമുണ്ട്. പക്ഷെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ശ്രീലങ്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ജനതാ വിമുക്തി പെരുമനയാണ് അധികാരത്തിലേറിയിട്ടുള്ളത്. 1965-ൽ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി, 1965-ൽ ഉണ്ടാക്കിയ പാർട്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഭ്യന്തര യുദ്ധം അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന പാർട്ടിയാണത്. ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 51% വോട്ട് രേഖപ്പെടുത്തിയ ആ ജനങ്ങള് ഈ മുതലാളിത്ത പാർട്ടികളെ അടിച്ചു പുറത്താക്കി, ചാണകവെള്ളം തെളിച്ച് അടിച്ചു പുറത്താക്കി. ഈ ജനതാ വിമുക്തി പെരുമനയുടെ അനുരാഗ് ദിസനായകയാണ് പ്രസിഡന്റാക്കിയത്. പിന്നീട് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശ്രീലങ്കയില് അനുരാഗ് ദിസനായകയുടെ ഈ പാർട്ടിയെ, JVP എന്ന പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളത്. നമുക്ക് അന്യമല്ല. നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും മാത്രമേ ദേശീയവാദികളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഈ BJPയും ഈ പറയുന്ന സംഘപരിവാറും ജനസംഘവും ഒന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നല്ലെങ്കിൽ നാളെ നോക്കൂ, 3% നിന്ന് എങ്ങനെയാണോ ശ്രീലങ്കയില് അനുരാഗ് ദിസനായകയുടെ JVP അധികാരത്തിൽ വന്നത്, അതുപോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികള് ഇന്ത്യൻ ദേശീയ തലത്തിൽ പോലും അധികാരത്തിലെത്തും, ഏറ്റവും വലിയ പാർട്ടിയായി വരും. അതിനുള്ള തുടക്കമായി, അതിനുള്ള മുന്നേറ്റമായി 24ാം പാർട്ടി കോൺഗ്രസ് മാറട്ടെ. മംഗലപുരം ഏരിയ സമ്മേളനം സിന്ദാബാദ്.